തനിക്ക് അറിഞ്ഞിട്ട പേരാണ് മഹാലക്ഷ്മി. ആ അപ്പോഴേ ഇതൊരാൾക്ക് പെട്ടെന്ന് അയച്ചു കൊടുക്ക്. കരുണയ്ക്കാണോ? എനിക്ക് വയ്യ. അല്ല, അവളൊക്കെ നേരിട്ട് കാണുമല്ലോ. ഇപ്പൊ അയച്ചു കൊടുക്കേണ്ടതേ തന്നെ കണ്ടിട്ട് ഒരുപാട് കരഞ്ഞ തന്റെ അമ്മയ്ക്കാ. അതിന് അമ്മയുടെ കയ്യിൽ ചെറിയ ഫോണാ, ക്യാമറ ഒന്നും ഇല്ലാത്ത ഫോണ്. ആ, ഇന്നത്തെ കാലത്ത് അങ്ങനെ ഫോണുള്ളവരുണ്ടോ? അമ്മയും ഞാനും ഒക്കെ ഇത്തിരി പഴഞ്ചനാ. ഇനി ഇത് പാടില്ല കേട്ടോ. തന്റെ അമ്മയും കുറച്ചൊന്ന് മാറാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആരുടെ മുന്നില് താൻ താണുമണങ്ങി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. തന്റെ ഇടത്തോടെ തല ഉയർത്തിപ്പിടിച്ച് തനിക്ക് എന്തും പറയാം. ശരിയെന്ന് തോന്നുന്ന എന്തും. അതിപ്പോ എന്റെ രണ്ടാനമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അവരും ആളത്ര മെച്ചമൊന്നുമല്ല. സ്വന്തം മക്കളെ താലോലിക്കുന്ന പോലെ എന്നെ ഇതുവരെ അവർ താലോലിച്ചിട്ടില്ല. പിന്നെ മറ്റുള്ളവരെ കാണിക്കാനും എന്നെ ബോധ്യപ്പെടുത്താനും ഇവിടെ അഭിനയ അരങ്ങ് തകർക്കുന്നുണ്ട്. എല്ലാം പ്രകടനങ്ങൾ മാത്രമാണ്. അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ചില നേരത്ത് പൊട്ടനായിട്ടങ്ങ് അഭിനയിക്കും. അങ്ങനെ ആക്ട് ചെയ്താലേ മറ്റുള്ളവരുടെ ഉള്ളിലുള്ളത് പിടിച്ചെടുക്കാൻ പറ്റും. ഈ ഫോട്ടോ കാണുമ്പോഴാ എന്റെ നെഞ്ചെടുപ്പ് കൂടുന്നത്. അതെന്താ? ഇനി ഞാൻ പറയാൻ പോകുന്നത് തനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. ഇത്രയും ഐശ്വര്യമുള്ളൊരു പെൺകുട്ടിക്ക് നല്ല ഐശ്വര്യമുള്ളൊരു പുരുഷനെ ചേരുന്നത്. അങ്ങനൊരു പുരുഷനെ തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നെ. ശരിക്കു പറഞ്ഞാ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാ എന്റെ കണ്ണേട്ടനെ. ആ അപ്പോഴേ ഒന്ന് നോക്ക് കണ്ണാടിയിൽ എങ്ങനെയുണ്ടെന്ന്. വാ. ഇയാളുടെ അമ്മയുടെ ഫോൺ ചെറിയ ഫോണാണ്. എന്റെ അമ്മായിമ്മ എന്റെ ഭാര്യയെ പോലെ തന്നെ എവിടെയും ചെറുതാകാൻ പാടില്ല. ആരാ? കൊറിയറുമായിട്ട് വന്നതാണോ? അല്ല സാർ, ഒരു മൊബൈൽ തന്നുവിട്ടിട്ടുണ്ട്. മൊബൈലോ? ആ സാറോ? ആ ഉണ്ണിക്കുട്ടനായിരിക്കും. നോടെ. അയ്യോ, ഇത് വില കൂടിയ മൊബൈലാ അമ്മേ. ഇത്രയും വലിയ മൊബൈലൊന്നും എനിക്ക് വേണ്ടായിരുന്നു. ഉണ്ണിമോൻ സ്നേഹത്തോടെ മേടിച്ചു കൊടുത്തു വിട്ടതാ. അതിപ്പോ കുറഞ്ഞ മൊബൈലായാലും കൂടിയ മൊബൈലായാലും വേണ്ടെന്ന് പറയരുത്. അതെ, ഈ മൊബൈല് കണ്ണൻ സാറാ തന്നുവിട്ടത്. ഇതോ? എടാ മോനെ, വഴിതെറ്റി നടന്നവളായിട്ടും നല്ല നിലയിലല്ലേ നീ അവളെ നോക്കിയതും അവനൊപ്പം പറഞ്ഞു വിട്ടതും? അതിനവൻ നിനക്ക് തന്ന പാരിതോഷികമാടാ. ഓ, ഇത് മേഡത്തിന്റെ അമ്മയ്ക്ക് കൊടുക്കാനാ പറഞ്ഞത്. മേഡത്തിന്റെ അമ്മയ്ക്കോ? ഏത് മേഡത്തിന്റെ? കണ്ണൻ സാറിന്റെ അമ്മായിയമ്മയ്ക്കെന്നാ പറഞ്ഞത്. അമ്മായിയമ്മയോ? അതാര്? അപ്പോ ഈ മേഡത്തിനായിരിക്കുമല്ലോ. അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെ, 8620629835. ഇതാരാ നമ്പരാ? അത് ഞാൻ ഇവക്ക് വാങ്ങിച്ചു കൊടുത്ത നമ്പരാ. എന്നാ സംശയിക്കണ്ട, മേഡത്തിന് തന്നെയാ മൊബൈൽ തന്നുവിട്ടിരിക്കുന്നത്. ആ പഴയ മൊബൈലിങ് എടുത്താ ഞാൻ സിം മാറ്റിയിട്ട് വരാം. അയ്യോ, എനിക്കിതൊന്നും വേണ്ടായിരുന്നു. എന്റത് ചെറിയ മൊബൈലാ, അതുകൊണ്ടൊരു വലിയ മൊബൈൽ വേണമെന്ന് നീ തന്നെയായിരിക്കും നിന്റെ മോളെ കൊണ്ട് അവനോട് പറയിച്ചത്. എന്നിട്ട് വേണ്ടായിരുന്നു പോലും. എടാ ചെറുക്ക,
ഇങ്ങനെ ആഡംബര സാധനങ്ങൾ വാങ്ങി കാശ് കളയുമ്പോഴേ അവനോട് ഒരു കാര്യം ഓർക്കാൻ പറയണം. കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങളൊക്കെ ഞങ്ങളുടെ ഉണ്ണിമോന്റെ അധ്വാനം കൂടിയാണെന്ന്. അവൻ ഈ ജന്മം ഒരു പെണ്ണ് കിട്ടില്ലെന്ന് വിചാരിച്ച് നടന്നതാ. ഇപ്പോ കാശിക്ക് കൊള്ളാവുന്ന ഒരു പെങ്കൊച്ചിനെ കിട്ടി. അവളാണെങ്കിലോ ഏത് നിമിഷവും ചാടിപ്പോകുന്ന രീതി നിൽക്കുക. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.